തണ്ണിമത്തൻ മൂലമുണ്ടാകുന്ന ഭക്ഷ്യവിഷബാധ പുതിയ സംഭവമല്ല. എന്നാൽ മുംബൈയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 4 അംഗ കുടുംബം മരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ആശങ്ക വർദ്ധിക്കുന്നത്. തണ്ണിമത്തൻ മൂലമുണ്ടാകുന്ന ഭക്ഷ്യവിഷബാധ മരണത്തിന് കാരണമാകുമോ എന്ന ചോദ്യം ശക്തമാവുകയാണ്. വേനൽക്കാലമാണ്. പൊള്ളുന്ന ചൂടാണ് സംസ്ഥാനത്ത്. ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് തണ്ണിമത്തൻ കഴിക്കുക. ജ്യൂസായും അല്ലാതെയും തണ്ണിമത്തൻ ഇന്ന് നാം കഴിക്കാറുണ്ട്. കിലോയ്ക്കാണെങ്കിൽ അധികം വിലയുമില്ല. ഇന്ന് തണ്ണിമത്തിന് ആവശ്യക്കാർ ഏറെയാണ്. നിരവധി ആരോഗ്യ ഗുണങ്ങൾ തണ്ണിമത്തിനുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ തണ്ണിമത്തിന് ഇപ്പോൾ കഴിക്കാൻ കുറച്ച് ഭയമുണ്ടല്ലേ? മുംബൈയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 4 അംഗ കുടുംബം മരിച്ചതിന് പിന്നാലെയാണ് തണ്ണിമത്തൻ വില്ലനാണോ എന്ന ചോദ്യം ഉയരുന്നത്. എന്നാൽ തണ്ണിമത്തൻ മൂലമുണ്ടാകുന്ന ഭക്ഷ്യവിഷബാധ മരണത്തിന് കാരണമാകൂ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നു. തണ്ണിമത്തൻ മൂലമുണ്ടാകുന്ന ഭക്ഷ്യവിഷബാധ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും മരണം വരെ സംഭവിക്കാവുന്ന സങ്കീർണതകളിലേക്കും നയിച്ചേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് തണ്ണിമത്തനിൽ ഉയർന്ന അളവിലുള്ള വെള്ളവും പ്രകൃതിദത്ത പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലിനീകരണം ഉണ്ടായാൽ ബാക്ടീരിയകൾ വേഗത്തിൽ അതിൽ പെരുകാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ തണ്ണിമത്തന്റെ നിറവും മധുരവും കൂട്ടുന്നതിനായി ഗ്ലൂക്കോസ് വെള്ളമോ പഞ്ചസാര ലായനിയോ കുത്തിവെക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നാം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മായം ചേർത്ത തണ്ണിമത്തനാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടാകും. അങ്ങനെ ഈ ദ്രാവകങ്ങൾ അവയുടെ വളർച്ചാ നിരക്ക് കൂട്ടും. അങ്ങനെ സാൽമണല്ല, ലിസ്റ്റീരിയ, ഇക്കോളി തുടങ്ങിയ ബാക്ടീരിയകൾ തണ്ണിമത്തലിലൂടെയോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളിലൂടെയോ നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കും. അങ്ങനെ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്നാണ് പറയുന്നത്. കൂടാതെ തണ്ണിമത്തൻ മൂലമുണ്ടാകുന്ന ഭക്ഷ്യവിഷബാധ പുതിയ സംഭവമല്ല. ഇത് പലപ്പോഴും വയറിളക്കം, ഛർദി, വയറുവേദന എന്നിവയ്ക്കും കാരണമാകാറുണ്ട്. അശാസ്ത്രീയമായ രീതിയിലുള്ള കുത്തിവയ്പ്പുകൾ, അതായത് വിപണിയിൽ തണ്ണിമത്തിന് നിറവും മധുരവും ലഭിക്കാൻ രാസപദാർത്ഥങ്ങൾ കുത്തിവയ്ക്കുന്നതും അപകടം തന്നെയാണ്. മാത്രമല്ല പാതയോരങ്ങളിലും മറ്റും ദീർഘനേരം മുറിച്ചുവെക്കുന്ന തണ്ണിമത്തനും അപകട ഭീഷണി മുഴക്കുന്ന ഒന്ന് തന്നെയാണ്. അതിൽ പൊടിപടലങ്ങളും ഈച്ചകളും വഴി തണ്ണിമത്തൻ മലിനമാകാനും സാധ്യത കൂടുതലാണ്. കൂടാതെ തണ്ണിമത്തൻ വിളവെടുക്കുന്ന സമയത്തോ കഴുകുന്ന സമയത്തോ ഉപയോഗിക്കുന്ന വെള്ളവും ശ്രദ്ധിക്കണം. മറ്റൊന്ന്, തണ്ണിമത്തൻ കഴിക്കാൻ പ്രത്യേക സമയമുണ്ടോ എന്ന ചോദ്യമാണ്. തണ്ണിമത്തൻ കഴിക്കുമ്പോൾ സമയം പ്രധാനമാണ്. രാത്രി വൈകി പഴങ്ങളോ കനത്ത ഭക്ഷണങ്ങളോ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. തണ്ണിമത്തൻ ഇപ്പോഴും രാവിലെ കഴിക്കുന്നതോ അല്ലെങ്കിൽ പകൽ ലഘുഭക്ഷണമായോ കഴിക്കുന്നതാണ് നല്ലത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.